പ്രിയങ്ക ഗാന്ധി ആ മുഹൂർത്തത്തിൽ എത്തിയോ, ഇടപെട്ടോ? ഇതാണല്ലോ ചോദിക്കുന്നത്. അതെ സിദ്ദിഖ് സാറേ, എല്ലാവരും ചോദിക്കേണ്ടത് ഈ വയനാട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ എവിടെ പോയി നമ്മുടെ അവിടുത്തെ MP-യും ജനപ്രതിനിധിയുമായ നമ്മുടെ മേഡം പ്രിയങ്ക മേഡം, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പെങ്ങളെ, അവർ ഓടി വരുന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. വലിയൊരു അപകടമല്ലേ, 5-8 പേരല്ലേ അവരുടെ മണ്ഡലത്തിൽ, വലിയൊരു ദുരന്തം, അതോ അടിക്കടി ഉണ്ടാവുന്ന ദുരന്തം, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നല്ലേ. ഇപ്പം സാർ അവിടെ ഈ ജനപ്രതിനിധി ആയതിനു ശേഷം വിടാതെ പിന്തുടരുന്ന ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും സാറിൻ്റെ പാർട്ടിക്കാരിയല്ലേ, സാറിൻ്റെ വലിയ നേതാവല്ലേ, എന്താണ് അവർ വരാത്തത്, ഇടപെടാത്തതെന്ന് ചോദിക്കില്ലേ? നമസ്കാരമുണ്ട്. അപ്പം നമ്മുടെ സിദ്ദിഖ് സാറിന് ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. അവർ നല്ല രീതിയിൽ ഇടപെട്ടു. ഒരാളുടെ ഇടപെടൽ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല. അത് ശരി. അപ്പൊ അദൃശ്യമായിരുന്നാണ് മാഡം ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നല്ലേ സാറ് പറഞ്ഞു വരുന്നത്? ആ അദൃശ്യ ശക്തികൾ ഇടപെട്ടാണ് മാഡം ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. പറഞ്ഞാട്ടെ സാറേ, ബാക്കിയുള്ളതും കൂടെ കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് ജിജ്ഞാസയുണ്ട്. ആ രീതിയിൽ നമ്മുടെ ജനപ്രതിനിധിയായ മാഡം അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എന്നാൽ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കൂടെ കേൾക്കാലോ? സാറ് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. പറയൂ സാർ. അയാളുടെ ഇടപെടൽ വിദൂരതയിൽ നിന്നാണെങ്കിലും ദൂരെ നിന്നാണെങ്കിലും സമഗ്രമായി ഇടപെടുക എന്നുള്ളതാണ്, റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്റെ സിദ്ദിഖ് സാറേ, സാറിനെ ഓർത്ത് വല്ലാത്ത അഭിമാനം തോന്നുന്നു. എന്തൊരു അറിവാണ്, എന്തൊരു തത്വജ്ഞാനമാണ്. വിദൂരതയിൽ നിന്നാണെങ്കിലും ദൂരത്ത് നിന്നാണെങ്കിലും സമഗ്രമായി ഇടപെട്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കുകയാണെന്ന്. അല്ല, എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായിപ്പോയി. വിദൂരതയിൽ നിന്നും ദൂരത്ത് നിന്നും, സത്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല സാർ ഉദ്ദേശിച്ചത്. വിദൂരതയിൽ നിന്നാണെങ്കിലും അടുത്ത് നിന്നാണെങ്കിലും എന്നായിരിക്കും സാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പറഞ്ഞു വന്ന ആവേശത്തിന് വിദൂരതയും ദൂരവും ഒന്നായിപ്പോയി. എന്നാലും സമഗ്രമായി ഇടപെട്ടു നമ്മുടെ മേഡം എന്നല്ലേ പറയുന്നത്, റിസൾട്ട് ഉണ്ടാക്കി എന്നല്ലേ പറയുന്നത്. എന്തൊക്കെ റിസൾട്ടാ സാറേ അവർ ഉണ്ടാക്കിയത്? കേൾക്കാനുള്ള ആ കൗതുകവും ജിജ്ഞാസയും കൊണ്ട് വീണ്ടും ചോദിക്കാൻ കേട്ടോ. പറയൂ സാറേ. ഞാൻ പറഞ്ഞല്ലോ, അവസാന ബോഡി കിട്ടിയതായ ആ ദിവസം വൈകുന്നേരം മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശം. അപാരം തന്നെ സാറേ. അന്ന് ആ ബോഡി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ മീറ്റിംഗ് വിളിക്കില്ലായിരുന്നു. എന്തായാലും മാഡം പറഞ്ഞതുകൊണ്ട് മാത്രം സാർ അന്ന് മീറ്റിംഗ് വിളിച്ചതാണ്. അപ്പോൾ നമ്മളൊക്കെ കരുതിയതുപോലെയല്ല, മാഡം പറഞ്ഞിട്ടാണ് സാർ മീറ്റിംഗ് വിളിച്ചത്. എന്നിട്ട് ആ മീറ്റിംഗ് വിളിച്ചിട്ട് എന്തുണ്ടായി? മലയാളികൾ മാഡം ഇടപെട്ട രീതി മനസ്സിലാക്കാനായിട്ട് കാത്തിരിക്കുകയാണ് സാറേ. പറയൂ സാറേ. അടിയന്തര സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശം. അവർ പറഞ്ഞ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃത്യതയോടുകൂടി അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തില് ഒരു ദുരന്തമുണ്ടായപ്പോൾ അടിയന്തര സഹായം നൽകുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അത് നമ്മുടെ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഈ വയനാട്ടിൽ നിർദ്ദേശിച്ചതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സതീശൻ സാറിന്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് ഈ മരണപ്പെട്ടവർക്കും പരിക്ക് പറ്റിയവർക്കൊക്കെ അടിയന്തര സഹായം നൽകിയത്. ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് സംഭവിച്ചത് നമ്മുടെ പ്രിയങ്കരിയായ ആ വയനാട്ടിലെ MP ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് നമ്മുടെ സിദ്ദിഖ് സാർ പറഞ്ഞത്. ഒരു ബിഗ് സല്യൂട്ട് സാറേ. വളരെ നന്ദി, വളരെ നന്ദി. പറയൂ സാറേ. ഇനിയും സാറിന് ആവേശത്തോടു കൂടെ പറയാനുണ്ടാവും ആ ഇടപെടലിന്റെ ഡീറ്റെയിൽസ്. അതൊന്ന് കേൾക്കട്ടെ ഞങ്ങൾ. ഓപ്പണായി പറയാം. അപ്പൊ ഇത്ര നേരം പറഞ്ഞത് സാർ ഓപ്പൺ ആയിട്ടല്ലേ പറഞ്ഞത്? ശരി, എന്തായാലും ഓപ്പൺ ആയി പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് സാർ പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കട്ടെ. ജനത്തിന് കേൾക്കാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സാർ ധൈര്യമായി പറഞ്ഞു. നമ്മുടെ MP-യുടെ ഇടപെടൽ എന്തുമാത്രമുണ്ട്, എത്രത്തോളമുണ്ട് എന്ന് കേൾക്കാൻ നമുക്കൊക്കെ ആവേശമില്ലേ സാറേ? അവിടെ ഇരുന്നു കൊണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട്, ഡൽഹിയിൽ ഇരുന്നു കൊണ്ട്, ഇങ്ങ് വയനാട്ടിലെ ഒരു ദുരന്ത മേഖലയിൽ ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് മലയാളികളെ സഹായിച്ചതെന്നറിയാൻ നമുക്കെല്ലാവർക്കും ഒരു ജിജ്ഞാസയുണ്ടാവില്ലേ? അതുകൊണ്ട് പറയൂ സാറ്, പറയൂ. സാറ് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. പറയൂ സാറേ. എല്ലാത്തിലും ഇടപെട്ട് അവർ മാർഗനിർദ്ദേശം നൽകുക. അപാരം തന്നെ. അവിടെ ഇരുന്നു കൊണ്ട്, ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരുന്നു നമ്മുടെ സിദ്ദിഖ് സാറിന്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതുപോലെ ചെയ്യൂ, ഇതുപോലെ ചെയ്യൂ എന്നൊക്കെ സിദ്ദിഖ് സാറിനും നമ്മുടെ സതീശൻ സാറിനും നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. അതനുസരിച്ചിട്ടാണ് ഈ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിയത് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ കേരളീയ മാന്യ മഹാജനങ്ങളെ, മലയാളികളെ അറിയിച്ചിരിക്കുന്നത്. ഇനിയും അദ്ദേഹത്തിന് പറയാനുണ്ടാവും. അതുകൂടെ നമുക്ക് കേട്ടു നോക്കാം. നിർദ്ദേശം തരല്ലേ? ആ നിർദ്ദേശം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലേ? എന്താ പ്രശ്നം? ബന്ധുക്കളുടെ താമസം ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി നേരിട്ട് അന്വേഷിച്ചു. നോക്കൂ, നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കരുതൽ നോക്കിക്കേ. അവിടെ ഇരുന്നു കൊണ്ട്, ഡൽഹിയിൽ ഇരുന്നു കൊണ്ട്
ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വന്നവരാണ് അവരിവിടെ വരുമ്പോൾ അവർക്ക് റൂം കിട്ടിയോ, കിടക്കാനായി കിടക്കയില്ലേ, എല്ലാം ഭദ്രമല്ലേ, അപ്പോൾ അവരുടെ താമസം ഭക്ഷണം ഇതൊക്കെ ശരിയാക്കിയിട്ടില്ലേ എന്ന് വരെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി മേഡം അവിടെ ഇരുന്നു കൊണ്ട് ഈ സിദ്ദിഖ് സാറിനോട് ചോദിച്ച് എല്ലാം വേണ്ട പോലെ ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണമെന്നാണ് ചോദിക്കുന്നത്? ഒന്നും തന്നെ ആവശ്യമില്ല. ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് വല്ലാത്തൊരു കരുതലായിപ്പോയി എന്നേ പറയാനുള്ളൂ. സാറേ, ബാക്കി കൂടി കേൾക്കാനായിട്ട് ഞങ്ങൾ ഹൃദയം തുടിക്കുകയാണ്. സാർ പറഞ്ഞോളൂ. ഇടപെടുക എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് വരിക എന്നുള്ളത് മാത്രമല്ല, മരിച്ച ആളുകളുടെ അവസാനത്തെ മീറ്റിംഗ് ഹോൾഡ് ചെയ്യാനുള്ള റീസൺ അവരുടെ ഇന്റർവെൻഷനാണ്. മരിച്ച കുടുംബത്തിനില്ലാത്ത പ്രശ്നം എവിടെ? എന്താ സിദ്ദിഖ് സാറേ, മൊത്തത്തിലൊരു കിളി പോയ പോലെയുണ്ടല്ലോ. ഈ മരിച്ചവരെ മീറ്റിങ്ങോ അത് മനസ്സിലായില്ല, പിന്നെ മരിച്ച കുടുംബമോ, മൊത്തത്തിൽ എന്തൊക്കെയോ ചേരുമ്പടി ചേരാത്ത പോലെ ഉണ്ടല്ലോ സാറേ. എന്നാലും സാർ പറഞ്ഞോളൂ, കേക്കട്ടെ. ഞങ്ങൾ വയനാട്ടുകാർക്ക് ഒരു താങ്ങും തണലുമാണ്, ഒരു അംബ്രല്ല, വലിയ ടവർ അംബ്രല്ല. ഞങ്ങൾക്ക് ആ ഒരു സംരക്ഷണ കവചം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത് നന്നായി ഉപയോഗിക്കുന്നു. സാർ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രിയങ്ക മേഡം വലിയൊരു കുട പോലെയാണ്, ഒരു വലിയ സംരക്ഷണം തരുന്ന രീതിയിലാണ്, അവരുടെ സംരക്ഷണത്തിലാണ് ഞങ്ങളൊക്കെ കഴിഞ്ഞുകൂടുന്നത് എന്നല്ലേ? കേൾക്കുന്നതിൽ വളരെ സന്തോഷം. വളരെ ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ ഈ ദുരന്ത ഭൂമിയിലെ ഓരോ ചെറിയ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുന്ന ഒരു ജനപ്രതിനിധി നമുക്ക് മലയാളികൾക്ക് കിട്ടിയല്ലോ. അതിൽ തീർത്തും അഭിമാനിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ സാറേ, ആ ദുരന്ത ഭൂമിയിൽ സാറ് കഷ്ടപ്പെട്ടതിലേറെ ഈ ഒരു കാര്യത്തിൽ സാറ് കഷ്ടപ്പെട്ടതായി ഞങ്ങൾക്ക് തോന്നി എന്നുള്ളത് ഞങ്ങളുടെ കേവലം ഒരു തോന്നലാകാം എന്ന് മാത്രം പറയട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു വൺസ് അഗെയിൻ.